വിശ്വസിച്ചിരുന്നവർ ഉപേക്ഷിച്ചപ്പോഴും സ്നേഹിച്ചിരുന്നവർ തള്ളിപ്പറഞ്ഞപ്പോഴും ആത്മീയരെന്ന് അഭിമാനിക്കുന്നവർ അപമാനിച്ചപ്പോഴും തനിക്ക് എന്നും എവിടെയും എപ്പോഴും കൂട്ടാളിയായിരുന്നത് യേശു, എൻ യേശു മാത്രം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച് ഈണം പകർന്ന വരികൾ വേർഡ് മെലഡി വേൾഡ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു. യേശു, എൻ യേശു മാത്രം. സ്വജീവൻ നൽകിയ ജീവനേ, വീണ്ടെടുത്ത യേശുവേ, യേശുവേ. സ്വജീവൻ നൽകിയ ജീവനേ, വീണ്ടെടുത്ത യേശുവേ, യേശുവേ. നാൾതോറുമെൻ ജീവനേ കാത്തിടുമെൻ രക്ഷകൻ നീ. നാൾതോറുമെൻ ജീവനേ കാത്തിടുമെൻ രക്ഷകൻ നീ. സാത്താന്റെ സൈന്യത്തിൽ നിന്നുമെന്റെ ജീവനേ, സാത്താന്റെ സൈന്യത്തിൽ നിന്നുമെന്റെ ജീവനേ. യേശുവേ, നിന്റെ രക്തത്താൽ വീണ്ടെടുത്ത രക്ഷകൻ നീ. യേശു, എൻ യേശു മാത്രം. യേശു 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 മാത്രം, യേശുവൻ ആശ്രയം യേശു മാത്രം. യേശു 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 മാത്രം, യേശുവൻ ആശ്രയം യേശു മാത്രം. ഇന്നലെയും ഇന്നും നാളെയും എന്നുമെൻ ആശ്രയം യേശു മാത്രം. യേശു 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 മാത്രം, യേശുവൻ ആശ്രയം യേശു മാത്രം. ഇന്നലെയും ഇന്നും നാളെയും എന്നുമെൻ ആശ്രയം യേശു മാത്രം. യേശു, എൻ യേശു മാത്രം. Now we go for the bumper fire. Press the buzzer if you know the answer and take your marks. Right? The first question. ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിക്കുവിൻ. ആര് ആരോട് പറഞ്ഞു? Five, 4, 3, 2, 1. The question goes to the question bank. Or do you want an answer? ഞാൻ മറുപടി പറയണമെന്ന് നിങ്ങൾ ആരോ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. യെസ്, മറുപടി പറയണം. പറയാം. ഉത്തരം ടൈറ്റസ് പറയും. പറയൂ. പകുതി അറിയാം. പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആരോടാ പറഞ്ഞത്? പരിശുദ്ധാത്മാവാണോ പറഞ്ഞത്? ഉറപ്പാണോ? അപ്പൊ പരിശുദ്ധാത്മാവ് സംസാരിക്കുമോ? പരിശുദ്ധാത്മാവ് സംസാരിക്കുമോ? സംസാരിക്കും. റൈറ്റ്. ടൈറ്റസ് പറഞ്ഞത് വളരെ ശരിയാണ്. പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് പേര് ചൊല്ലി പറഞ്ഞതാണ്. പൗലോസിനെയും ബർന്നബാസിനെയും എന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നതും വേർതിരിക്കുന്നതും ഇന്നത്തെ പോലെയുള്ള മാർഗങ്ങളല്ല. വോട്ടല്ല, പണമല്ല, സമ്പത്തല്ല, സ്വാധീനമല്ല. പിന്നെയോ
പരിശുദ്ധാത്മാവാണെന്ന് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. പരിശുദ്ധാത്മാവ് ആദിമസഭയിലെ നേതൃത്വത്തോട് പറയുന്ന കാര്യമാണ്. ബർന്നാബാസിനെയും പൗലോസിനെയും എന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുകയെന്ന്. ടൈറ്റസ് വളരെ താമസിച്ചാണെങ്കിലും അത് മനസ്സിലാക്കി. സോ ഐ ഹാവ് ടു എൻകറേജ് യു. 2 marks ഫോർ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഉണ്ട്. ചില വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉടനെ സ്റ്റാർട്ട് ആക്കില്ല, കുറച്ചേറെ നേരം ഞെക്കി റൈറ്റ്. സോ ബി ഫാസ്റ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, നമ്മുടെ തെറ്റുകൾ സമ്മതിക്കുവാൻ നമുക്ക് പലപ്പോഴും വിഷമങ്ങളുണ്ട്, വേദനകൾ. നമ്മുടെ തെറ്റുകൾ സമ്മതിക്കുവാൻ നമുക്ക് പ്രയാസങ്ങളുണ്ട്. അതിന് എന്തെങ്കിലും ഒരു ഒഴികഴിവ് പറയും. ഇപ്രകാരം തിരുവചനത്തിൽ ആദ്യമായി ഒഴികഴിവ് പറഞ്ഞ വ്യക്തികളായി യെസ് ആദാമും ഹവ്വായും. എന്ത് ഒഴികഴിവാണ് അവർ പറഞ്ഞത്? ആദാം പറഞ്ഞു, സ്ത്രീയാണ് എനിക്ക് തന്നത്. സ്ത്രീ എന്ത് തന്നു? സ്ത്രീ പഴം തന്നു, ഞാൻ ഭക്ഷിച്ചു. സ്ത്രീ പഴം തന്നു, ഞാൻ ഭക്ഷിച്ചു. അപ്പോൾ സ്ത്രീ എന്ത് ഒഴികഴിവാ പറഞ്ഞത്? പാമ്പ് എന്നെ വഞ്ചിച്ചു. യെസ്, ഉത്തരം വളരെ ശരിയാണ്. തോമസ് മാത്യു gets 5 marks for that. Now the next question. 2 തടവുകാർ പ്രാർത്ഥിച്ചപ്പോൾ ഭൂകമ്പം ഉണ്ടായി. യെസ് ടൈറ്റസ്. ശീലാസും പൗലോസും. ശീലാസും പൗലോസും. ഉത്തരം വളരെ ശരിയാണ്. You get 5 marks. Right? And now the last question. ഞാൻ മദ്യപിച്ചിട്ടില്ല. പ്ലീസ് വെയിറ്റ്. എന്റെ ചോദ്യം പൂർണ്ണമായില്ല. ഓക്കെ, അത് ഞാൻ ഷോർട്ടാക്കി പറയാം. എന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുക അത്രേ ചെയ്യുന്നത്. No, he is the one. He has taken the risk. Hannah, right. 5 marks. You can do that, no problem. പക്ഷെ ഉത്തരം ശരിയാണെന്നേ ഉള്ളൂ. 5 marks for Dennis. നമ്മുടെ ബൈബിൾ റൗണ്ട് ഇവിടെ പൂർണ്ണമാകും. അന്നാമോ, എന്റെ വേദപുസ്തകവും ആ ധ്യാന പുസ്തകവും കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. പുതിയ നിയമം കൊണ്ടുപോയച്ചാ മതി. വേദപുസ്തകവും ധ്യാന പുസ്തകവും എല്ലാം കൂടി ഭാരാവത്തില്ലയോ? അന്നാമേ, ട്രെയിനിലിരിക്കുമ്പോ ധ്യാന പുസ്തകം നല്ലതാടി, വായിച്ച് ധ്യാനിക്കാവല്ലോ. ഇവിടെ ഇരുന്ന് ധ്യാനിക്കുന്ന പോലെ ധ്യാനിച്ചാലേ ആരെ വിളിച്ചുണർത്തുന്നത്? ഓ, ഞാൻ ധ്യാനിക്കുമ്പോ ഉറങ്ങുമെന്നും ഉണർത്താൻ നിന്നെ കൂടെ കൊണ്ടുപോകണമെന്നും അല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? ഹോ, എന്നെ കൊണ്ടുപോകണ്ടായേ, ഞാൻ എടുത്തോണ്ട് വന്നേക്കാം. അതൊന്നും വേണ്ട അമ്മച്ചി, ഇത് മതി. എന്റെ അപ്പച്ചന് വേണ്ട വേദപുസ്തകവും ധ്യാന പുസ്തകവും എല്ലാം ഇനി പോക്കറ്റ് ബൈബിളിലുണ്ട്. എടി, അത് പുതിയ നിയമമല്ലയോ? പുതിയ നിയമവും പഴയ നിയമവും 116 ധ്യാനങ്ങളുമുള്ള വിശുദ്ധ സത്യവേദ പുസ്തകം ഒരു പോക്കറ്റ് ബൈബിളാണ്. ശരിയാനാമേ, വേദപുസ്തകവും ധ്യാനവും എല്ലാം ഇതിലുണ്ട്. ഇച്ചായ, എനിക്ക് പോക്കറ്റ് ഇല്ലല്ലോ. അതെ, ചട്ടയിലൊരു പോക്കറ്റ് തയ്ച്ചു പിടിപ്പിച്ചാ മതി. അതെ, യാത്രയിലും ഓഫീസിലും ഏത് സമയത്തും 116 ധ്യാനങ്ങളോടുകൂടിയ ബൈബിൾ നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിക്കാം. വിശുദ്ധ സത്യവേദ പുസ്തകം പോക്കറ്റ് ബൈബിൾ.